തൊടുപുഴയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മലബണ്ടല ഇന്ന് പണിയുന്നത്. ഈ വളവ് ചെറിയൊരു വിഷയമായിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ തെന്നും ഭയങ്കര തെന്നലാണ് ഇവിടെ. 20 ചോദിക്കുന്നുണ്ട്. എന്നാ തീരുന്നത്? ഡീസൽ തീരുന്നുണ്ട്, പണി തീരുന്നില്ല. അമ്മാതിരി കാടുണ്ട്. അങ്ങ് ആ ദൂരെ കാണുന്നത് അല്ലസർ മെഡിക്കൽ കോളേജാട്ടോ. ലൈറ്റാട്ടോ ഇത്. കയറിപ്പോകാൻ റിസ്ക്, പണിയാൻ റിസ്ക്. ഭയങ്കര ചെരുവായിരുന്നു. ഇന്ന് ചായക്ക് പൊറോട്ടയും ബീഫുമാണ് മലയാളികളുടെ ഇഷ്ടഭക്ഷണം അത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നൊരു പുതിയ വർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി സൈറ്റിലാണ്. അതെ, മഞ്ഞുതുള്ളി വീട് നനഞ്ഞു തണുത്ത ഈ വള്ളിച്ചെടിയും മഞ്ഞ് പുതച്ച് നിൽക്കുന്ന ഈ മലഞ്ചെരിവിൽ ഇന്നലെ ഉറങ്ങാതെ എനിക്ക് വേണ്ടി കാത്തിരുന്ന എൻ്റെ സ്വന്തം. നല്ല അടിപൊളി തെങ്ങല്ലേ, നല്ലൊരു വ്യൂ. നിങ്ങളവർക്ക് ഞാൻ രാവിലെ വല്ല വ്യൂ പോയിൻ്റ് വല്ലതും കാണാൻ വന്നിരിക്കുകയാണ്. ഞാൻ രാവിലെ പണിക്ക് വന്നതാണ് കേട്ടോ. ഈ മഞ്ഞും ഈ ക്ലൈമറ്റൊക്കെ കണ്ട് ഇങ്ങനെ പണിയൊന്നും തുടങ്ങിയില്ല. എന്തായാലും അടിപൊളി വീഡിയോ ആണ് ഇന്ന് വരുന്നത്. ഇന്നലെ വണ്ടി ഇവിടെ ഇട്ടേച്ച് പോയപ്പോൾ ഇത്രയും നല്ലൊരു വ്യൂ രാവിലെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഈ ഉറുമ്പിനെ കണ്ടോ, ഞാൻ സൈലൻസറിൽ നിന്ന് കപ്പെടുക്കാൻ വേണ്ടി കയറിയപ്പോഴത്തേക്ക് കണ്ടതാണത്. എന്തെന്നൊക്കെ പറഞ്ഞാലും നല്ല വ്യൂ, നല്ല കാലാവസ്ഥയൊക്കെയാണെന്ന് പറഞ്ഞാലും ഇവിടുത്തെ പണി അന്യായ റിസ്ക് ആയിരുന്നേ. റിസ്ക്, ഇങ്ങോട്ട് കയറി വരാൻ റിസ്ക്, പണിയാനും റിസ്ക്. നല്ല ചെരിവാണ്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണണേ. 2 പാർട്ടുണ്ടാവുക. ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വർക്കെന്ന് പറഞ്ഞാൽ റിസ്ക് സൈറ്റായിരുന്നേ. തൊടുപുഴയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മലബണ്ടല ഇന്ന് പണിയുന്നത്. ഇതുണ്ട്, താഴേക്ക് വീടുകളുണ്ടോ. നല്ല ഹൈറ്റായിരുന്നു. കയറി വരാനൊക്കെ ഭയങ്കര പാടായിരുന്നു. ഈ മലയുടെ ഏറ്റവും ടോപ്പിൽ കയറി നിൽക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇനി കിളച്ച് താഴോട്ടിറങ്ങിപ്പോണേ. അങ്ങ് ആ ദൂരെ കാണുന്നത് അല്ലസർ മെഡിക്കൽ കോളേജാട്ടോ. താഴെയെല്ലാം വീടുകൾ കാണാം. ഭയങ്കര ഹൈറ്റാണ്. സത്യം പറഞ്ഞായിരുന്നെങ്കിൽ ഇത് കിറ്റാച്ചി പണിയേണ്ട സൈറ്റാണ് ഇത്. രാവിലെ വന്ന് വണ്ടി കയറി വന്ന് ഇത്ര പാവം കിളച്ച് കേട്ടോ. ഇപ്പം 10 മണിയായിട്ടുണ്ട്, ചായ കുടിക്കാൻ സമയമായി. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ വഴി വെട്ടി ഇങ്ങോട്ട് വന്നേക്കും. നല്ല ചെരിവുമുണ്ട്. കിറ്റാച്ചിക്കൊക്കെയാണ് എളുപ്പമായിരുന്നു. ഇപ്പോൾ മഴയും പിടിച്ച് വേറെ വർക്കില്ലാത്തതുകൊണ്ട് പിന്നെ ഇത് ചെയ്യുകയെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ബാക്കി ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇവിടെയൊക്കെ ചെരിവാണ്, അത്യാവശ്യം നല്ല ചെരിവുണ്ടേ. ഇവിടെ വഴി വെട്ടി ഇങ്ങോട്ട് വന്ന വഴി വെട്ടിയല്ല, ഒരു ചാരി കയറിയെങ്കിൽ പോകുന്നു. ഇനി ഇങ്ങോട്ട് ഇങ്ങനെ കിളച്ച് പോകണം. അമ്മാതിരി സൈറ്റാണ്, റിസ്ക് സൈറ്റായത്. എന്തായാലും ചായ കുടിക്കട്ടെ. ഇന്ന് ചായക്ക് പൊറോട്ടയും ബീഫുമാണ്. എന്തായാലും ഇത് ഒരാഴ്ച മേളിൽ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. 1 ഏക്കർ മേളിലുണ്ട്. പൊറോട്ടയുടെ കാര്യമല്ല പറഞ്ഞ കേട്ടോ, പണിയുടെ കാര്യമാണ് പറഞ്ഞത്. പൊറോട്ട ഇനിയിപ്പോൾ തന്നെ തീർക്കും. ചായ കുടി കഴിഞ്ഞ് ഗ്രീസ് മേടിച്ചു കേട്ടോ. ഇനി ഇവിടെ കുറച്ച് പുല്ല് കുറച്ച് സ്ഥലമുണ്ട്. അതോടെ കളിച്ചിട്ട് നേരെ തിരിയുക കേട്ടോ. നേരെ തിരിഞ്ഞ് അപ്പുറത്തെ ചെരിയിലേക്ക് പോവാം. അവിടെ മഴ പെയ്യുന്നതിന് പിന്നെ അവിടെ തീർക്കാം. ഇത് കഴിഞ്ഞ ദിവസം കളിച്ചതല്ല കേട്ടോ. ഇത് മണ്ണ് കുറവാണ്. അടിയിൽ മട്ടിയാ, ചെങ്കല്ല് പോലത്തെ സംഭവം. മുകളിൽ കുറച്ച് മണ്ണേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത്രയോടെ കിളക്കട്ടെ. ഇത്രയോടെ കിളച്ചിട്ട് വണ്ടി തിരിക്കണം. നേരെ ഉൾട്ട അടിക്കുക. എന്നിട്ട് ബാക്കി മറ്റേ ചെരിവുള്ള സ്ഥലത്ത് പോയി കളച്ച് തീർത്തിട്ട് ഇങ്ങോട്ട് വരാം. ഓക്കെ, വണ്ടി തിരിക്കണം. വണ്ടി തിരിച്ചിട്ട് അങ്ങോട്ടാണോ പോകുന്നത്? അത്യാവശ്യം നല്ല ചെരിവാണ്. ചെരിയാണെന്ന് ഇങ്ങോട്ട് വരാനുള്ള വഴി വെട്ടിയതാണ്. ഇനി ഇവിടുന്ന് ഇതാകുമ്പോൾ ഒരു ചാലുണ്ട്. ഈ ചാലക്കൂടെ കയറി ആ ചെരിവുള്ള വശം എല്ലാം കിളച്ച് ഇങ്ങോട്ട് വരാൻ നോക്കണ്ടോ. എന്നിട്ട് ഇവിടെ വേറെ മുകളിൽ കിളക്കാണ്ട് കേട്ടോ. അവിടെ ചെരുവാ. ഇത് ചിറ്റാച്ചിക്ക് പണിയേണ്ട പണിയാണ്. ഏതായാലും അങ്ങോട്ട് കയറാം. അങ്ങോട്ട് കയറി കുറച്ച് കിളച്ചിട്ട് കാണിക്കാവേ. ആ ചെരുവ് ഭാഗം മൊത്തം തീർത്തേ. അവിടെ തൊട്ട് ഇവിടെ വരെ തീർത്ത് വന്നപ്പോഴത്തേക്ക് ഇത് നല്ല മഴ. എന്നാ അവസ്ഥ നോക്കി. ഇവിടെ എല്ലാം തീർത്തു. എന്നാ മഴ പെയ്യുന്നത്. ഇവിടെ ഇന്ന് പണി നിർത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല പൂത്തിരി മഴ. വലിയ മഴയാണ്, പണി നടക്കത്തില്ല കേട്ടോ. എന്നാ ചെയ്യുമോ, തെന്നും കിടന്നു. എന്നാ ചെയ്യുന്നേ. മഴ മാറുമെന്ന് പ്രതീക്ഷിക്കാം. സമയം ഇപ്പോൾ 1 മണി 6 ആയി. ഇത്ര കയറി കളച്ചു. ചെറിയൊരു മഴയൊക്കെ പെയ്തെന്ന് പറഞ്ഞാലും തീർത്തോട്ടെ. ഇവിടെയൊക്കെ ചെരിവാണ്.
താഴേക്ക് നോക്കിയാൽ അറിയാം, കുഴി കണ്ടോ എന്നെ നല്ല താഴ്ചയാണ്. ആ മണ്ണിളകി കിടക്കുന്ന ആ ഭാഗത്തോടാണ് ഇങ്ങനെ കയറി വന്നത് വളഞ്ഞ്. അവിടെ നല്ല കുത്തു കയറ്റമാണ്. ഈ താഴെ കാണുന്നതൊക്കെ 2 നില വീടാണ്. ഈ വീടൊക്കെ രണ്ട് നില വീടാണ്. അതിൻ്റെയൊക്കെ പൊക്കം നോക്കി. വലിയൊരു മലയുടെ മുകളിലാണ് ഇപ്പം നിൽക്കുന്നത്. ചോറിനാകുമ്പോൾ ഇനി ചോറിന് വെച്ച് ബാക്കി പണിയാം. ചോറ് പാഴ്സൽ കൊണ്ടുവന്നിട്ടുണ്ടേ, അതുകൊണ്ട് വണ്ടിക്കകത്ത് തന്നെ ഇരുന്ന് കഴിക്കാം. ചോറിന് ഇന്ന് ഒഴിവറുത്തതാണ്. ഒഴിവറുത്തതും പിന്നെ ഒരു തീയൽ, ഒരു തോരനൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഞാൻ രസം വെച്ചേക്കുന്നത്, രസം കൂട്ടി അടിക്കാം, നല്ല രസമായിരിക്കും. ഇനി എന്നാലും ചോറ് വെച്ചാണ് നല്ല അടിപൊളി ഒഴുകുവറുത്ത കേട്ടോ. അങ്ങ് ദൂരെ കാണുന്ന മലനിരകളുടെ കാഴ്ചകളൊക്കെ ഉണ്ടാണ് ചോറുണ്ടെന്ന്. നല്ല ആംബിയൻസ്. വീട്ടിൽ ഇരുന്നത് സാധിക്കുമോ അല്ലേ? ഇങ്ങനെയൊക്കെ കഴിക്കണേ വേണം ഭാഗ്യം, വണ്ടിക്കകത്തിരുന്ന് കഴിക്കാൻ. അടിപൊളി. ചോറൂണ് കഴിഞ്ഞേ, ഇനി ഈ ഭാഗം ഇളക്കാനുള്ളത്. ഇതുവഴി ഒരു ചെറിയൊരു ചാല് വെട്ടി മുകളിലേക്ക് കയറുവാണ്. മഴക്കാറുമുണ്ട്, വെയിലുമുണ്ട്. എപ്പം വേണേലും മഴ പെയ്യാം, അതുപോലെ വെയിലുമുണ്ട് കേട്ടോ. ഈ ഭാഗം കളച്ചിട്ട് ഇനി താട്ടിറങ്ങണ, കിളച്ച് ഈ വഴിയുടെ ഭാഗം കിളച്ച് ഇനി താട്ട് പോകണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ഈ കാട് കുറച്ച് മുകളിലേക്ക് അറിയാം, ഇവിടെ കുറച്ച് ഭാഗം അങ്ങോട്ടുണ്ട്. ഒത്തിരി കാണിച്ച് ബോറടിപ്പിക്കുന്നില്ലേ? ഞാൻ കുറച്ചങ്ങോട്ട് കയറി പുല്ലൊക്കെ പറിച്ച് കുറച്ച് കാടൊക്കെ മാറ്റിയിട്ട് കിളച്ച് വൃത്തിയാക്കിയിട്ട് ബാക്കി കാണിക്കാം. ഇവിടെ കന്നാഴി നട്ടേക്കുന്നുണ്ട്, നല്ല ഭംഗിയല്ലേ. ഞാനിപ്പോ സ്ഥലത്തിന്റെ ഏറ്റവും മൂലക്കുള്ള അതിരിൽ വന്നേക്കോ. ഇനി ഇവിടുന്ന് കിളച്ച് പുറകോട്ട് പോകും. ഇവിടെ എല്ലാം കാണാണ്, ചെറിയൊരു മുട്ടക്കുന്ന് പോലത്തെ ഇവിടെ കളിക്കുന്നത്. ഇപ്പൊ 3:30. ഈ ഭാഗം ഇത്ര ഭാഗം കിളച്ച് തീർത്തു കേട്ടോ. ഇനി ഈ മുകളിലത്തെ വശത്തില് ഈ പുല്ല് കാണുന്ന ഭാഗം ഉള്ളു ഇനി തീർക്കാനേ. ചെരിവ് ആ സ്ഥലമല്ല, വീടിനകത്ത് കാണുമ്പോ തോന്നത്തില്ലല്ലോ, ചെരിവുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കയറി വന്ന സ്ഥലം കാണേണ്ട കേട്ടോ. ഒരു റിസ്ക് എന്ന് പറഞ്ഞ റിസ്ക്കാണ്. രാവിലെ കയറി വരാൻ പറ്റുമോ എന്നൊരു സംശയമായിരുന്നു. കിറ്റാറ്റ് കയറി വരുന്നോണ്ടിരുന്ന വഴിയായിരുന്നു. പിന്നെ മട്ടിയായിരുന്നു വഴിയില് ഇങ്ങോട്ട് കയറി വരുന്നത്. ഒരു വീടിന്റെ സൈഡിൽ കൂടെ കയറി വരുന്നത്. അതും വീടിന്റെ ടോപ്പിലല്ല, വഴി ഇങ്ങനെ കുത്തനെ കിടക്കുക റോട്ടിൽ നിന്ന്. ആദ്യം ഫ്രണ്ട് കയറി വന്നപ്പം ഫ്രണ്ട് പൊങ്ങി. മറ്റയിലോട്ട് കയറിയപ്പോ തന്നെ ഫ്രണ്ടൊക്കെ പൊങ്ങി കഴിഞ്ഞ് പിന്നെ പതുക്കെ അവിടെ വണ്ടി റിവേഴ്സ് ഇറക്കി അവിടെ നിർത്തിയിട്ട് പിന്നെ റിവേഴ്സ് കയറി വന്നു. റിവേഴ്സ് കയറി വന്ന് ബക്കറ്റിന് മാന്തി കുത്തി കുഴിയെടുത്ത് കുഴി പോലാക്കിയിട്ട് വലിച്ചാ കയറി വന്നത്. പണി നടക്കുമായിരുന്നു ആ വഴി ആദ്യം കണ്ടപ്പോ. മേലെ കയറി വന്നു. നല്ലൊരു വളവും ഉണ്ട് അവിടെ, ടൈപ്പില് വളവാ. താഴെയാണ് ഭയങ്കര കട്ടിങ്. ഒരു വീടിന്റെ മുകളിൽ കൂടെ വഴി വരുന്നു. ഇടിഞ്ഞു പോവാന്നുള്ള പേടിയുണ്ടായിരുന്നു. ഈ താട്ടിറങ്ങി പോകുമ്പം തെന്നിപ്പോവും. നേരെ താഴെ ഹൈവേയാ, മെയിൻ റോഡാ. തൊടുപുഴ കല്ലൂര് മെയിൻ റോഡാ. എപ്പോഴും വണ്ടി വരുന്ന വഴിയാ. റിസ്ക്കാ, ഇറങ്ങിപ്പോക്ക് വെച്ചാൽ റിസ്ക്കാ. പിന്നെ പതൊക്കെ എങ്ങനെയൊക്കെ കുത്തി വലിച്ചാൽ ഇറങ്ങി പോണം തീർന്നു കഴിഞ്ഞാൽ. പിന്നാലെ 2-3 ദിവസം കഴിയാതെ ഇവിടുന്ന് പോക്ക് നടക്കും തോന്നില്ല. അതിന് വേണ്ടിയുള്ള പണിയുണ്ട് ഇവിടെ. ഇനിയിപ്പോ 6 മണിയായി. ഇന്ന് വറുത്ത് നിർത്തുവാണേ. ആ കാണുന്ന ആ ഏരിയ കംപ്ലീറ്റ് അങ്ങോട്ട് കുറച്ച് ചെരുവുണ്ട്. ആ ചെരുവ് വശം മൊത്തം ഇന്ന് കിളച്ച് തീർത്താണ്. പിന്നെ ലെഫ്റ്റ് സൈഡില് കുറച്ച് പകുതി പാടെ കിളച്ച് തീർത്തിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ മണ്ണ് മുകളിൽ കുറച്ച് ഭാഗത്ത് നല്ല മണ്ണുള്ളൂ. അടിയിലേക്ക് മറ്റേ വെട്ടോല് പോലത്തെ സംഭവം 1.5 അടി മണ്ണേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് കുഴിയെടുത്ത് മൂടാൻ വലിയ റിസ്ക്കാണ്. കുഴിയെടുത്ത് കഴിഞ്ഞാൽ ഉള്ള ആൾക്ക് മണ്ണെല്ലാം കല്ലെല്ലാം അങ്ങനെ പൊങ്ങി വരുവാ. എന്തായാലും ഇന്നേക്കാൾ നിർത്തുക. രാവിലെ തുടങ്ങിയ മടുത്ത് ഇടി പോയെന്ന് വേണേൽ പറയാം. ഇതില് ഇനി നാളെ രാവിലെ വന്ന ബാക്കി പണിയാ. ഇന്നത്തെ പണി ക്ലോസ്. ഇത് ഇന്നലെ കയറിപ്പോയ വഴിയാണ്. മൊത്തം മട്ടി അവിടെ. ഈ മട്ടി പിടിച്ച് ഇതൊരു കുഴി പോലാക്കി വലിച്ച് കയറുമായിരുന്നു കേട്ടോ. JCB കയറത്തില്ലായിരുന്നു.
ഈ സൈഡിലാണ് ഒരു വീടുണ്ട്. അതല്ല ഇവിടെ ഭയങ്കര വളവാണ്, കുത്തു വളവും ഉണ്ടായിരുന്നു. ഇവിടെ വീതി കുറവാണ്. ഇതുണ്ടോ, ഇമ്മാതിരി ഇതിൻ്റെ മുകളിലാണ് പണിയുന്നത്. ഇമ്മാതിരി സൈറ്റാട്ടോ ഇത്. കയറിപ്പോകാൻ റിസ്ക്, പണിയാൻ റിസ്ക്, ഭയങ്കര ചെരുവായിരുന്നു. ഈ വളവ് ചെറിയൊരു വിഷയമായിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ തെന്നും ഭയങ്കര തെന്നലാണ് ഇവിടെ. പിന്നെ മുകളിലേക്ക് കയറുമ്പോൾ അതിൽ കൂടി കയറ്റമാണ്. പിന്നെ ഇവിടെ പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ എല്ലാം വീടുകൾ, 2 നില വീടല്ല ഇത്. പിന്നെ ഇവിടെ പിന്നെ മണ്ണായതുകൊണ്ട് പിന്നെ കയറിപ്പോക്കോളും, പിടിച്ച് കയറിപ്പോവാം. അത് കുഴപ്പമില്ല കേട്ടോ. ഇതാണ് വണ്ടി കയറിപ്പോയ വഴികൾ. പിക്കപ്പ് ഇറങ്ങിപ്പോയതാ. വണ്ടി എങ്ങും മുകളിൽ കിടക്കുന്നുണ്ടോ മഞ്ഞിനകത്ത്, ഭയങ്കര മഞ്ഞാ. രാവിലെ നല്ല കട്ട മഞ്ഞാണ്. അങ്ങനെ രാവിലെ വന്ന് പണി തുടങ്ങുവാണേ. ഇന്നലെ ഇവിടെ ചെയ്ത് ബാക്കിയിട്ട് വെച്ച് പോയില്ലേ, രാവിലെ വന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇന്നലെ എത്ര ഭാഗം തീർത്തിട്ടാ പോയത്. ഇനി ഇന്നലെ വഴിയായിട്ട് വെട്ടിയില്ല. ആ വഴി വെട്ടിയ ഭാഗം ഇനി കിളച്ച് വെള്ളയ്ക്ക് കയറി പോവാണ്, കിളച്ചിറങ്ങി പോവാ. രാവിലെ നല്ല മഞ്ഞായിരുന്നു ഇവിടെ. ഇപ്പോഴും മഞ്ഞുണ്ട്, മഞ്ഞ് പോയിട്ടില്ല. എന്നാ കുറച്ച് കിളച്ച് വരട്ടെ. ഓക്കെ, അങ്ങനെ ഇത്ര ഭാഗം കിളച്ചിങ്ങോട്ട് പോന്നേ. ഇപ്പൊ 10 മണി ആറായി, ചായ കുടിക്കാൻ പോകാറായി. ഇപ്പൊ രാവിലത്തെ ആ കോടമഞ്ഞെല്ലാം അങ്ങ് മാറി കേട്ടോ. ഇപ്പൊ നല്ല വെയില്, തീഷ്ണമായിട്ട് വെയിലടിച്ചോട്ട് തുടങ്ങി കേട്ടോ. സൂര്യൻ നല്ല രീതിയിൽ പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാം കാടെല്ലാം പറിച്ച് കംപ്ലീറ്റ് നീറ്റാക്കിയാണ് പോരുന്നത്. ചെരിവ, നല്ല ചെരിവുണ്ട് കേട്ടോ. ഇപ്പം വീഡിയോക്കകത്ത് കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഈ സൈറ്റിൽ കയറിയപ്പോൾ തൊട്ട് റിസ്ക് ആയിരുന്നു. നല്ല ചെരിവും വണ്ടി കയറി വരാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സത്യം പറയാൻ പേടിച്ചവിടെ പണിയില്. ചെരിവ് ഉള്ളതുകൊണ്ട് പണിയും തീർക്കണം, താമസം വരല്ലോ. ഇമാതിരി പുല്ലോ ഇവിടെ. ഏറിയിലൊന്നും ഒരു മനുഷ്യല്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവിടെ കർണാടക എടുത്തേക്കുന്ന ഏട്ടനാണെങ്കിൽ ഇപ്പൊ വന്നിട്ട് പോയി. പുള്ളി വന്നിട്ട് ഇനി നാളെ വരാന്ന് പറഞ്ഞു പോയി. നല്ല ചെരിവാ. ഈ ഭാഗം നല്ല ചെരിവാ. താഴത്തിറങ്ങി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാല് വീതി കുറവാണ്, കയ്യാലേക്ക് വീതി കുറവാണ്. അതുപോലെ ചെരിവുണ്ട്. 8 മണി പണി തുടങ്ങിയതാ. 8 മണി ആയപ്പോൾ തുടങ്ങി. ഈ ഭാഗം ഇത്ര ഭാഗം തീർത്തു. ഇത്ര ഭാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി തൊട്ട് ഇങ്ങോട്ട് കേട്ടോ. ചെരിവുള്ളതിന്റെ പകുതി ഭാഗം ഞാൻ താഴോട്ട് ഇറങ്ങുന്നില്ല, കുറച്ചങ്ങോട്ട് ഇറങ്ങി വെച്ചിട്ട് ഇവിടുന്ന് തന്നെ കളയ്ക്കുക. എന്നിട്ട് താഴെ ഇറങ്ങിയിട്ട് ആ കയ്യാലയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കയറി ബാക്കി കളയ്ക്കാം. അല്ല പിന്നെ വഴി വെട്ടേണ്ടി വരും. അതാ വഴി വെട്ടാൻ പോയാലും പിന്നെ താമസമല്ലേ. ഈ പകുതി കിളച്ചങ്ങ് പോകും. വലിയ റിസ്ക് ഇല്ലാത്ത രീതിയിൽ അങ്ങ് പറന്നു പോകാം. സൂര്യൻ അതിന്റെ രൗദ്ര ഭാഗത്തിലേക്ക് എത്തി കേട്ടോ. ഇപ്പൊ 10 മണി കഴിഞ്ഞു, നല്ല വെയിലായി. ഞാനിപ്പോ നിൽക്കുന്ന പണിയെടുക്കുന്ന ഭാഗത്ത് ഈ മരങ്ങളൊക്കെ ഉള്ള കാരണം വെയിലില്ല കേട്ടോ. ഇനി താഴേക്ക് ഇറങ്ങുമ്പോ നല്ല അടിപൊളി വെയിലാ. അയാളെ ചായ കുടിക്കാൻ പോറായി കേട്ടോ. പണിക്ക് നീക്കമില്ല. നീ ചായ കുടിച്ചിട്ടൊക്കെ വന്ന് സ്ട്രോങ്ങായിട്ട് വന്ന് പറഞ്ഞാൽ ചിലപ്പോ കുറച്ചുകൂടെ നീക്കം വരുമായിരിക്കും. വിശക്കാൻ തുടങ്ങി. എന്നാലും പോയി ചായ കുടിക്കാം. വണ്ടി തണലിൽ തന്നെ ഇടകട്ടെ. വണ്ടി വിട്ടിട്ട് ചായ കുടിക്കാൻ പോവാ. നല്ല വെയിലുണ്ട് കേട്ടോ. ഞാൻ ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം ബൈക്കിനാണ് ചായ കുടിക്കാൻ പോകുന്നത്. ഏതായാലും പണി തീരത്തില്ലാത്തതുകൊണ്ട് ബൈക്ക് വെട്ടാണോ പോകുന്നത്. പോയി ചായ കുടിച്ചിട്ട് കാണാം. ഓക്കെ, ഇപ്പം ചായ കുടി കഴിഞ്ഞ് വന്നിട്ടുണ്ടേ. ഇനി ബാക്കി കളച്ച് പോകണം.
ഇനി കളയ്ക്കാനുള്ളത് ഈ വശമാണ്. ഈ ഭാഗം ഇങ്ങനെ കളച്ച് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോണേ. താഴേക്ക് ഇറങ്ങി ആ ഭാഗം എല്ലാം കളയ്ക്കാനുള്ള. ഇവിടെ എല്ലാം നല്ല പുല്ലാണ്. ഇവിടെ ചായ കുടിച്ച് വിട്ട് വന്നേ ഉള്ളൂ. ഇനി ഗ്രീസ് അടിച്ചിട്ട് പണി കൊടുക്കാം. ഓക്കെ, ഇപ്പം സമയം 1:15. അവിടുന്ന് ഇപ്പോൾ ഒരു മുകളിലത്തെ അതിൽ തീർത്ത് ഇത്ര ഭാഗം കളച്ച് പോന്നിട്ടുണ്ടേ. ഇനി ചോറിനാൻ പോകണം. ചോറിനാൻ ഇപ്പം പോകുന്നില്ല. ഇനി ഒരു കുറച്ചുകൂടെ കാര്യമായിട്ട് കഴിഞ്ഞിട്ടേ ചോറിനാൻ പോകുന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ കാണുന്ന ഭാഗത്തോടെ ഇനി ചെയ്യാനുള്ളൂ കേട്ടോ. ഈ മുകളിലത്തെ തൊട്ടിയിൽ ഇവിടെ അത്യാവശ്യം സ്ലോപ്പുണ്ട്. പതുക്കെ അങ്ങോട്ട് കയറിയിട്ട് ഈ പുല്ലും വലിച്ച് കുഴിച്ചിട്ട് ഈ ഭാഗത്തോടെ ചെയ്യാം. മഴക്കാറുണ്ടെന്ന് തോന്നുന്നു. മഴക്കാറുണ്ടെന്ന് തോന്നുന്നല്ലോ, മഴക്കാറുണ്ട്. പെയ്യുകയാലെന്ന് പ്രതീക്ഷിക്കാം. അതിനി താഴേക്കാണ് ഇറങ്ങാനുള്ളത്. താഴേക്ക് ഈ ഒരു തൊട്ടി തീരെ വീതി കുറവാണ്. ഒരു വണ്ടിക്ക് കയറി പോകത്തില്ല. ഒരു തെങ്ങുണ്ട് കേട്ടോ. അതിനപ്പുറത്തോടെ എല്ലാം വരണമായിരിക്കും. അത് താഴെ ഇറങ്ങിയിട്ട് നോക്കണം. എന്തായാലും ബാക്കിയുടെ ചെയ്യാം. ചോറുണ്ടാകുന്ന സത്യം പറയാണെങ്കിൽ പോകാൻ സമയമായി. വിശപ്പില്ല. ഉച്ച 10 മണിക്ക് കഴിച്ചിട്ട് പൊറോട്ട കഴിച്ച് വലിയ വിശപ്പായില്ല. ഏതായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചോറ് കിട്ടാൻ വഴിയില്ല കേട്ടോ. ഈ 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുമെങ്കിൽ കഴിക്കാം, അല്ലെ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചായിരിക്കുന്നത്. ഇന്നലെ കളിച്ച ആ ഭാഗത്തൊക്കെ മണ്ണ് ഉണങ്ങി കേട്ടോ. ഡ്രൈ ആയി അവിടെ. ഇപ്പൊ ഞാൻ ഈ മുകളിൽ നിന്ന് വലിച്ചോണ്ട് വന്ന ആ പുല്ലെല്ലാം കൂടെ ഈ സൈഡിൽ കുഴിച്ച് കുഴിയിടുക കേട്ടോ. ഇവിടെ കുഴിച്ച് കുഴിയിട്ടിട്ട് പതുക്കെ പുറകോട്ട് കളച്ചു പോവാം. ഇതിന്റെ താഴെ വേറെ കയ്യാല കേട്ടോ. ഈ കയ്യാലയുടെ സൈഡിൽ നിന്നാ പണീനെ. ഇതൊരു കയ്യാലയാ. ഇപ്പം കാണാൻ പറ്റുന്നത് അവിടെ വരെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അവിടുന്ന് അപ്പുറം സൈഡിലേക്ക് ഒരു ചെരുവാണ്. അങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കുക. അതിന്റെ അപ്പുറത്തേക്ക് സ്ഥലമുണ്ട്. തെളിഞ്ഞു കിടക്കുന്നിടത്തൊരു സ്ഥലമുണ്ട്. അവിടെ എല്ലാം കിളച്ച് കയറി പോകാൻ ഇന്നലെ ഞാൻ കാണിച്ചില്ലായിരുന്നു വീടിക്കകത്ത്. അയാൾ ബാക്കിയുടെ പണിയാം. എന്നിട്ട് കാണിക്കാവേ. അവിടുന്ന് ഇത്രയും ഭാഗം കിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ഏരിയയുടെ ഉണ്ട് തീരാൻ. അതുകൊണ്ട് വെച്ചിട്ട് വേണം താഴോട്ടിറങ്ങാൻ. ഇപ്പം സമയം 2:23 കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പോയില്ല. ഇനി പോവാം. എന്തെങ്കിലും പോയി ചായയിലും കുടിക്കാം. ഭയങ്കര ചെരിവാണ് ഇവിടെ. ചെരിവ് കാരണം താമസം. അതിൻ്റെ ഇടയ്ക്ക് ഈ പുല്ലും ഇടുക്കത്തെ പുല്ലാണ് ഇവിടെ. എന്തായാലും മെല്ലും പോയി കഴിച്ചിട്ട് വരട്ടെ, എന്നിട്ട് കാണാം. ഇപ്പം ചോറിനാൻ പോയിട്ട് വന്നതേ ഉള്ളേ. ചോറിനാൻ പോയില്ല. 2:45 പോയപ്പോൾ ചോറൊന്നും കിട്ടിയില്ല. ദോശയൊക്കെ കഴിച്ച് ചായ കുടിച്ചിട്ട് ഞാനിങ്ങ് പോകും. അപ്പം ആ ഭാഗം എല്ലാം കളച്ച് പുറകോട്ട് പോരുക. നല്ല വെയിലാട്ടോ. മഴ പെയ്യാത്തതുകൊണ്ട് പണി നടന്നു പോകുന്നുണ്ട്. മഴ എത്ര ദിവസം ഇങ്ങനെ നിൽക്കുമെന്നൊരു പിടുത്തമില്ല കേട്ടോ. ഇപ്പം മിക്ക വണ്ടി ഇപ്പോൾ ഓട്ടം ഉണ്ട് കേട്ടോ. ഇപ്പം മഴ മാറിയാണ്ട്, മഴ പെയ്യാത്തതുകൊണ്ട് മിക്ക വണ്ടി ഇപ്പം റണ്ണിങ് ആയിട്ടുണ്ട്. നാളെ തീരുമാനം സംശയമാ. ഈ പുല്ല് പറിച്ച് കുഴിച്ചിടുക എന്ന് പറയുന്നത് തന്നെ ഈ താമസമുള്ള പണിയാണ്. പിന്നെ കൂട്ടത്തിൽ കിളക്കുകയും വേണ്ടേ. കർണാടക അടുത്തേക്കുന്ന മാതിരി പാർട്ടി ഇന്ന് തീരുമോ എന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു. നാളെ കൊണ്ട് തീരുമോന്നൊക്കെ ചോദിക്കുന്നു. നാളെ കൊണ്ട് തീരണമെങ്കിൽ പണി ചെയ്യുന്നത്രം നിർത്തണം. ആകെ പുള്ളി തൂമ്പായിക്ക് വാങ്ങിയിട്ട് വരും. അല്ല എന്നാ ചെയ്യും? പണം തീരണ്ടെന്ന്. ഇത് വെറുതെ തീരണ്ടേ. ഈ പുല്ല് പറിച്ച് കുഴിച്ചിരുന്നേ. അല്ലെ പുല്ലൊക്കെ പറിച്ച് ക്ലിയർ ആക്കി തരുവാണെങ്കിൽ ശരിയാ. ഒരു ദിവസം കൊണ്ട് നമുക്ക് പരിപാടി തീർക്കാം. പുല്ല് പറിച്ച് മറ്റേ മിറ്റം പോലെ ആക്കി തരുവാണെങ്കിൽ പെട്ടെന്ന് കിളച്ച് പണി തീർത്ത് കൊടുക്കാം. നമ്മൾ ഈ പുല്ലും പറിക്കണം, കിളക്കുകയും വേണം, ലെവലും ചെയ്യണം, മിറ്റം പോലെ ആക്കുകയും വേണം, പെട്ടെന്ന് തീർക്കുകയും ചെയ്യുന്ന നടപടികൾ അതാണ്. എല്ലാം പിന്നെ ഈ പുല്ല് പറിക്കാതെ കണ്ടാനായിട്ട് നടണം. കിളക്കുകയും ചെയ്യരുത്. അതാകുമ്പോൾ വലിയ സമയം ലാഭം കിട്ടും, പൈസയും ലാഭം കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്ത് പണിയുമ്പോൾ ഇച്ചിരി പൈസ കൂടും. മാത്രമല്ല കുറച്ച് താമസം എടുക്കുകയും ചെയ്യും. പുല്ല് മാത്രമല്ല, ഈ ഒടുക്കത്തെ ചെരിവ് ഇവിടെ എല്ലാം ഉണ്ട്. എല്ലാം ഈ താഴേക്ക് ഇറങ്ങി ഇതിലപ്പോ കേട്ടോ. മതിയായ കട്ടിങ്ങിന്റെ സൈഡിൽ നിന്ന് കളിക്കണം. ഇവിടെ പിന്നെ വലിയ കട്ടിങ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. താഴെ എന്നൊക്കെ പറഞ്ഞാൽ 2 നില വീടിന്റെ പൊക്കത്ത് കട്ടിങ് നിൽക്കുക മണ്ണെടുത്തത്.
അതിന്റെ സൈഡിൽ നിന്ന് വേണം കിളക്കാൻ. ഇനി അതൊക്കെ താഴെ ഇറങ്ങി അപ്പുറത്തെ പറമ്പിലെങ്ങാനും ഇറങ്ങി നോക്കിയിട്ട് വേണം ആ സൈഡിൽ കിളക്കാൻ. ഞാൻ വെച്ചാൽ മതിയായ കുഴിയാവും താഴെ. കുറേ നേരത്തെ പരിശ്രമത്തിന്റെ ഒടുവിൽ ഈ ഭാഗം തീരാറായി കേട്ടോ. മൊത്തം കിളച്ച് അവിടെ ഇവിടെ വരെ കിളച്ച്. ഇവിടെ ചെരിവായിട്ട് ഭയങ്കര താമസമായിരുന്നു. ആ മൊത്തം കിളച്ച് സെറ്റപ്പ് ആക്കിയത് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത്ര ഭാഗം കളക്കാം. ഈ ഭാഗം കളച്ചു കഴിഞ്ഞാല് താഴേക്ക് ഇറങ്ങാതെ നീ കിടക്കുക നീണ്ടു തീർന്നു വിശാലമായിട്ട് കിടപ്പുണ്ട്. 20 ചോദിക്കുന്നുണ്ട്. എന്നാ തീരുന്നു? ഡീസൽ തീരുന്നുണ്ട്. പണി തീരുന്നില്ല. അമ്മാതിരി കാടുണ്ട്. ഇതെല്ലാം കുടിച്ചിട്ട് മുകളിലെല്ലാം കളിച്ച് താട്ടിറങ്ങി വന്നു കേട്ടോ. ഇനി ചെയ്യാനാന്ന് വെച്ചാല് ആഞ്ഞിലി മറിച്ചിട്ടുണ്ടോ. ഇനി ആ ആഞ്ഞിലി സൈഡിലേക്ക് ആക്കിയിട്ട് അങ്ങോട്ട് കയറി പോണം. ഒടിച്ചിട്ട് തള്ളിയിടാം. ഒടിയും കിടക്കുന്നതിനേക്കാളും കൂടുതൽ സമയം കാട് പറിക്കുക കേട്ടോ. കാട് പറിച്ച് സമയം പോവാന്ന് എനിക്ക്. കിളക്കാനൊന്നും വലിയ പാടില്ലെന്ന്. കാട് പറിക്കാനാണ് വലിയ പാട്. തെങ്ങിന് അവിടെ വരെ പോയിട്ട് അവിടെ കിളക്കാം. അത് കഴിഞ്ഞാൽ അവിടുന്ന് ബാലൻസ് ഉള്ള വശം അവിടുന്ന് ഇങ്ങോട്ട് വരാം. തെങ്ങിൻ്റെ അവിടുന്ന് അങ്ങോട്ട് കടന്നു പോകല്ലേ. ഇവിടെ ഒരു കയ്യാലയാണ്. ഈ കയ്യാല പൊളിക്കുന്നതിലും നല്ലത് ആ അങ്ങ് താഴേക്കട ഇറങ്ങിപ്പോയിട്ട് ആ മുകളിക്കട കയറി ഇല്ല ഇങ്ങോട്ട് വരാം. അതായിരിക്കും നല്ലത്. ഏകാല തെങ്ങിൻ്റെ അവിടെ വരെ പോയിട്ട് കിളക്കാം. ഇന്നത്തെ പണി നിർത്തുവാണേ. ഏകാലം ഇന്ന് പണി തീരത്തില്ല. ഇന്നൊന്നല്ല നാളെയും തീരുമെന്ന് തോന്നില്ല. തീർക്കോ ചോദിച്ചോണ്ടിരിക്കുക. എങ്ങനെ തീരാനാ? ഇപ്പൊ ഡീസൽ നല്ലപോലെ തീരുന്നുണ്ട്. അല്ലാതെ വർക്ക് തീരുമെന്ന് തോന്നുന്നില്ല. പറഞ്ഞേ ഏതായാലും ഇവിടെ തന്നെ വണ്ടി ഇടാം. ഇവിടെ വണ്ടി ഇട്ടിട്ട് പോകാം. നാളെ രാവിലെ വന്ന് തുടങ്ങാം. പിറ്റേ ദിവസം രാവിലെ ഞാൻ വരുവാണ്. ഇന്ന് രാവിലെ നമ്മുടെ അങ്ങോട്ടൊക്കെ മഴയായിരുന്നു. അതാണ് ഇച്ചിരി താമസിച്ച് പോയി. വണ്ടി കിടക്കുന്നുണ്ട്. വണ്ടി അവിടെ കിടപ്പുണ്ട്. നീ കാണുന്ന ഭാഗം അതിന് ചെയ്യാമെന്ന്. ഈ ഭാഗം ചെയ്ത് വേണം പോയി. ഇങ്ങോട്ടൊന്നാ മഴ വണ്ടി കിടക്കുന്നിടത്തൊന്നാ മഴ പെയ്തിട്ടുമില്ല കേട്ടോ. നല്ല മഴക്കാറുണ്ട്. നമ്മുടെ വീടിനൊക്കെ അങ്ങോട്ട് ഭയങ്കര മഴയായിരുന്നു. അത് കാരണം രാവിലെ വരാൻ താമസിച്ചു. ഇപ്പോൾ 8 മണി കഴിഞ്ഞു. ഇനി ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്ത് ഇതെല്ലാം ചെളിയാകും കംപ്ലീറ്റ്. ഇതുണ്ടോ എന്നെയുള്ള അങ്ങോട്ട് കയറട്ടെ. നിർഭാഗ്യശാലി ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് മഴ പെയ്തു കേട്ടോ. എന്ത് ചെയ്യും? മഴ വീണ്ടും തുടങ്ങിയോ? ഇത് ഈ പണി തീരാൻ സമ്മതിക്കുമല്ലെന്ന് എനിക്ക് തോന്നുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ മഴയായിരുന്നു. ഞാൻ അത് കാരണം ഇച്ചിരി താമസം ഇറങ്ങി. താമസമൊന്നുമില്ല, ഒത്തിരി താമസമൊന്നുമില്ല. ഇപ്പോൾ 8:30 ആയതേ ഉള്ളൂ കാര്യം പറയുകയാണെങ്കിൽ. ഇപ്പം ഇവിടെ വന്നപ്പോൾ മഴയാ. ഇനി കയ്യാലയൊക്കെ പൊളിച്ച് താഴട്ടിറങ്ങി കഴിയുമ്പോഴത്തേക്ക് ചെളി ആയി കഴിഞ്ഞ് പിന്നെ പാടാ വേണം. ശരിവൊക്കെയായിരുന്നു. എന്ത് ചെയ്യും? കുറച്ച് നേരം കൂടെ നോക്കാം ഇന്ന് പണി നടക്കുമെന്ന്. അല്ലെങ്കിൽ വീട്ടിൽ പോകും. വണ്ടി ഇവിടെ ഇട്ട് വെച്ച് ഒരു ദിവസം കൂടെ നോക്കാം. ഉണങ്ങുവാണേ പണിയാ. മഴ മാറുമെന്നാണ് ഓർത്തത്. മഴ ശക്തിയായിട്ട് വന്നു. എന്ത് ചെയ്യും? ഇന്ന് പണി നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. എന്ത് പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയല്ലേ. ഇന്നലെയൊക്കെ എന്നെ വെയിലായിരുന്നു. വെയിലും ചൂടുമായിരുന്നു. ഇപ്പം പെട്ടെന്ന് കാലാവസ്ഥ മാറി. 8:45 ഓരോ മഴ പെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. കാണാമല്ലോ. ആ മഞ്ഞ് പോലെ കാണുന്നതെല്ലാം മഴയാട്ടോ. അപ്പം ഇന്നിപ്പം പണി പെൻഡിങ് ആയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഒന്ന് വിളിച്ചു പോയിക്കട്ടെ. വണ്ടി ഇറക്കിക്കൊണ്ട് പോക്ക് നടക്കത്തില്ല. ഞാൻ ഈ മഴയും പിടിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലൈക്കിന് ഓൾ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്